ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലേസർ കട്ട് CNC ലേസർ കട്ടിങ്ങിൻ്റെ സ്റ്റെയറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ചെയ്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. നമ്മൾ ഇത് ചെയ്യുന്നത്, ഇതിൻ്റെ മോഡൽ ചൂസ് ചെയ്യുന്നത് നമ്മൾ കാറ്റലോഗ് നോക്കിയിട്ടാണ്. നമ്മളെ ക്ലയൻറ്റുകൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ടും അല്ലാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഉണ്ട്, യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ ലെങ്ത് ആണ് ചോദിക്കാറുള്ളത്. നമ്മൾ മീറ്റർ റേറ്റ് അല്ല. കാരണം മീറ്റർ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ വലിയ സ്റ്റെയറിനും ചെറിയ സ്റ്റെയർ എടുക്കുമ്പോൾ ഈ ലാൻഡിങ് ഫ്രീ ആയിട്ടുണ്ടായാലും നമുക്ക് റേറ്റിൽ നല്ല മാറ്റം വരും. അതുകൊണ്ട് നമ്മൾ ടോട്ടൽ ലെങ്ത്ത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റെയർ എത്ര മീറ്റർ ഉണ്ട് അല്ലെങ്കിൽ എത്ര ഫീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എത്ര രൂപയ്ക്ക് നമുക്ക് ചെയ്ത് തരാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയാണ് നമ്മൾ ടോട്ടൽ എമൗണ്ട് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇതിന് ടോട്ടൽ നമുക്ക് വരുന്നത് 2 ദിവസത്തെ വർക്കാണ്. അപ്പോൾ ഈ 2 ദിവസത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 4 ദിവസത്തെ ഗ്യാപ്പ് വരും. നമ്മൾ തിരക്കിനനുസരിച്ചിട്ടാണ് വരിക. അല്ലെങ്കിൽ കറണ്ടിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്യുമ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് പ്രശ്നങ്ങൾ വരിക. നമ്മൾ ഫസ്റ്റ് നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമ്മൾ സൈറ്റിൽ വന്നിട്ട് നമ്മളിതിൻ്റെ ഫ്രെയിമാണ് ഫിക്സ് ചെയ്യുക. ഫസ്റ്റ് നമ്മളിതിൻ്റെ ഫ്രെയിം ഫിക്സ് ചെയ്യും. ഫ്രെയിമിന് നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബാണ്. അതായത് 16 ഗേജിൽ ഉള്ള സ്ക്വയർ ട്യൂബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഫസ്റ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിൻ്റെ അതിലെ മെഷർമെൻറ്റ്, അതായത് നമ്മൾ ഓട്ടോ ക്യാഡ് വെച്ചിട്ട് അതിൻ്റെ ഡ്രോയിങ് സ്കെച്ച് കാര്യങ്ങൾ എടുത്തിട്ട് അതിക്ക് നിങ്ങൾക്ക് കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന മോഡൽ അതുമ്പോൾ നമ്മൾ അടുത്ത ദിവസം വരുമ്പോൾ ലേസർ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഫിക്സ് ചെയ്യും. അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ടോട്ടലി ഒരു ബ്ലാക്ക് കളർ അപ്പോക്സി പ്രൈമർ നമ്മൾ ഇതിൻ്റെ കൂടെ അടിച്ചു തരും. ഹാർഡ്നർ മിക്സ് ചെയ്തിട്ട് അപ്പോക്സി പ്രൈമർ അടിച്ചു തരും. അങ്ങനെ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ക്ലയൻറ്റിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പെയിൻറ്റും കൂടെ ഈ സമയത്ത് തന്നെ ചെയ്യണം. അതുപോലെ ഹൗസ് വാമിങ്ങിന് ടൈം അയക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അതും കൂടെ നമ്മൾ ചെയ്തതാണ്. അതായത് നമ്മൾ മെഷീൻ ഉപയോഗിച്ച് കംപ്രസ് ചെയ്തിട്ടാണ്, അതായത് സ്പ്രേ ആക്കിയിട്ടാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട്, നമ്മൾ 2 ദിവസത്തെ വർക്ക് കൊണ്ട് നമ്മൾ ഈ ലേസർ ടൈപ്പ് ഇത് ചെയ്ത് നമ്മൾ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുന്ന ടൈപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രീ ലാൻഡിങ് വരുന്ന ഭാഗത്ത് നമ്മൾ അടിയിൽ പൈപ്പ് കൊടുക്കണം. നിങ്ങൾക്ക് മോപ്പൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് പൊക്കിയിട്ടാണ് നമ്മൾ അതിന് ഗ്യാപ്പ് കൊടുക്കുക. അല്ലാതെ സ്റ്റെയർ വരുന്ന സമയത്ത്, അതായത് സ്റ്റെയറിൽ സ്റ്റെപ്പ് വരുന്ന ഏരിയ കൂടെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റെപ്പിൽ പതിഞ്ഞ് കിടക്കുന്നത്. അതായത് നമ്മുടെ സ്റ്റെപ്പിൻ്റെ കട്ടിങ്ങിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് എടുക്കുക. പലരും ചെയ്യുന്ന കണ്ടിരിക്കുന്നു, അടിയിൽ ക്രോസ് പൈപ്പ് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിലേറെ വൃത്തിയും ഭംഗിയൊക്കെ ഒന്നും കൂടി ഇതാണ്. കൂടുതൽ മാച്ച് ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത്, കൂടുതൽ ആളുകൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് വുഡിൻ്റെ പെയിൻറ്റും അതിൽ ഉള്ളിൽ ലേസർ കട്ട് ബ്ലാക്ക് കളറും കൊടുക്കുന്ന മോഡലാണ് നമ്മൾ കൂടുതലും ചെയ്തു വരുന്നത്. നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. 7994991996 എന്നുള്ള ഈ നമ്പറാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ A to Z വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. പ്ലാന്റ് തൊട്ടിട്ട് നമ്മൾ ടോട്ടലി വർക്ക് നമ്മൾ എവിടെയാണെന്നുണ്ടെങ്കിലും കേരളത്തിൽ എവിടെയും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇതിന് മുമ്പ് റീലിട്ടുണ്ടായിരുന്നു പുതിയൊരു പ്രൊജക്റ്റ് നാടുകാണിയിൽ ഓപ്പൺ ആയത് സൈൻ ചെയ്തതൊക്കെ. അപ്പോൾ നമ്മൾ A to Z വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഇൻറ്റീരിയർ, അതായത് നമ്മൾ സ്ട്രക്ചർ കഴിഞ്ഞ് കിടക്കുന്ന വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകൾ നമുക്ക് ചെയ്യാം. അതായത് വാൾഡ്രോബ്, മോഡുലാർ കിച്ചണ്, പിന്നെ പുട്ടി വർക്ക്, പെയിൻറ്റിങ് വർക്ക്, അങ്ങനെയുള്ള വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. അവിടെ ഏകദേശം നമ്മൾ ഈ പെയിൻറ്റിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഇരുട്ടായി തുടങ്ങിയത്, അതുകൊണ്ടാണ് അത്ര ക്ലിയർ കുറവ്. ഓക്കെ. അപ്പോൾ അത്രയാണ് വരുന്നത്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആ ബെല്ലൈക്കൺ കൂടെ അമർത്തി നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യണത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയച്ച് കിട്ടും ചെയ്യും.